ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. അക്കൗണ്ടൻസിന്റെ മർമ്മം എന്നൊക്കെ പറയാൻ പറ്റുന്ന ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ബിസിനസ്സിൽ എന്ത് പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിലും ട്രാൻസാക്ഷനുകൾ എന്ന് പറയുന്ന സാധനം, അത് ബിസിനസ്സിൽ 1, 2, 3, 4 ഈ 4 ഏതെങ്കിലും ഒരു സാധനത്തിലെ ആ ട്രാൻസാക്ഷനുകൾ എന്താവുള്ളൂ, പെടുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സാധനങ്ങളൊക്കെ ഇതിൽ ഏതിലാണ് പെടുക എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ തന്നെ നമ്മളെ പകുതി ടാസ്ക് എന്തായി അവിടെ കഴിഞ്ഞു. നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെ എന്താവുകയാണ്, ഇത് മൊത്തം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പകുതിയിലധികം എന്തായി, നിങ്ങൾ +1 അക്കൗണ്ടൻസിന്റെ പകുതി ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയാൻ പറ്റും. കാരണം ഇതിൽ നമ്മളെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പിന്നെ പ്രിൻസിപ്പിൾസ് എല്ലാം എന്താവുന്നുണ്ട്, ഇത് ബന്ധപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി, ഇങ്ങനെ 4 സാധനങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തിന്റെ സ്വത്തിനാണ് നമ്മൾ അസറ്റ് എന്ന് പറയാം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ടാവും, കറണ്ട് അസറ്റ് ഉണ്ടാവും, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്ത്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ജേണൽ എൻട്രിന്റെ ചെറിയ രൂപം ഇവിടെ പറയുന്നുണ്ട്. ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഒരു 2 ലൈനാണ്, ചിലപ്പോൾ 3 ലൈന്, 2 ലൈനാണ്, അങ്ങനെ പഠിച്ചാൽ മതി. ഡെബിറ്റ് ഭാഗവും ക്രെഡിറ്റ് ഭാഗവും. ഈ മേലുള്ള ഭാഗത്തിനാണ് നമ്മൾ ഡെബിറ്റ് സൈഡ് എന്ന് പറയാം, താഴെയുള്ള ഭാഗത്തിനാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയാം. അപ്പൊ ഈ നടക്കുന്ന ഓരോ പരിപാടികളും നമ്മൾ എന്താവണമെന്നോ ഇതുപോലെ റെക്കോർഡ് ചെയ്യണം. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ജേർണലൈസിങ് എന്നുള്ളത്. ഓക്കെ, ഈ റെക്കോർഡ് ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേര്, ആ പ്രവർത്തനത്തിന് പറയുന്ന പേര് ജേർണലൈസിങ് എന്നും ഈ സാധനത്തിന് പറയുന്ന പേര് ജേർണൽ എൻട്രി എന്നുമാണ്. അപ്പൊ ബിസിനസ്സിൽ നടക്കുന്ന ഏത് സംഭവം ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നത് ഏത് രൂപത്തിലാണ്, ഈ രൂപത്തിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ജേർണൽ എൻട്രി എന്ന് പറയാം. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ 4 സാധനം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം നമ്മൾ അസറ്റ് എന്താണെന്ന് പറഞ്ഞു. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തിന്റെ സ്വത്തിനാണ് നമ്മൾ അസറ്റ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ സാധനം നോക്കി, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ് എന്നാണ് അർത്ഥം. വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസക്കാണ് നമ്മൾ ചെലവ് എന്ന് പറയാം. വരുമാനം കിട്ടാൻ വേണ്ടി, അതായത് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, എക്സ്പെൻസ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഞാൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ആ ഷോപ്പിൽ ഞാൻ ഡ്രസ്സുകളല്ലേ, ക്ലോത്ത്സുകളാണ് ഞാൻ എന്താകുന്നത്, വിൽക്കുന്നത്. അപ്പൊ ആ ക്ലോത്ത്സുകൾ വിൽക്കുന്ന സമയത്ത് വിൽക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. അതിന് ആദ്യം എന്ത് വേണം, ഞാൻ ഈ ക്ലോത്ത്സ് എന്താക്കണം, വാങ്ങണം. അപ്പൊ ആ വാങ്ങുന്ന സമയത്ത് എനിക്ക് എന്താകും, ക്യാഷ് ചിലവാകും. ഓക്കെ, അതൊരു എക്സ്പെൻസ് ആണ്. ആദ്യം ഞാൻ ക്ലോത്ത്സ് വാങ്ങുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എൻ്റെ ഷോപ്പ് ഉള്ളത് ഒരു ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിന് ഞാൻ എന്താക്കുന്നുണ്ട്, റെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ റെന്റ് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ അവിടെ സെയിൽസ്മാൻ ആയിട്ടും സെയിൽസുകളായിട്ടും ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അവർക്ക് ഞാൻ സാലറി കൊടുക്കുന്നുണ്ട്, അതൊരു എക്സ്പെൻസ് ആണ്. അവിടെ എന്താകുന്നുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട്, അപ്പൊ ഞാൻ കറണ്ട് ബില്ല് കൊടുക്കുമ്പോൾ അതെന്താണ്, അതൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ ഇതാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ സാധനം. ഇനി അടുത്ത സാധനം ഇൻകം ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുമാനം എന്നാണ്. വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുക, ഇതിനാണ് നമ്മൾ വരുമാനം എന്ന് പറയാം. ഒരു ഉദാഹരണത്തിന് ഞാൻ എന്താക്കി, നേരത്തെ ഡ്രസ്സ് വാങ്ങി, ആ ഡ്രസ്സ് വാങ്ങുന്ന പ്രക്രിയ എന്താണ്, പർച്ചേസ് ആണെന്ന് പറഞ്ഞു. ഇനി വാങ്ങി വെച്ച ഡ്രസ്സ് ഞാൻ എന്താ, കച്ചവടം ചെയ്യും. ഈ കച്ചവടം ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ കിട്ടുക, ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇൻകം എന്ന് പറയാം. ഓക്കെ, ഇനി ഇൻകം, വേറെ ഇൻകം പറയാനോ, ഞാൻ കുറച്ച് പൈസ എന്താക്കിയിട്ടുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കുകാർ മാസത്തിൽ എന്താക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. അതെന്താണ്, എൻ്റെ ഒരു വരുമാനമാണ്, അതെന്താണ്, ഇൻകം ആണ്. ഇനി അതുപോലെ തന്നെ എനിക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഡ്രസ്സ് സ്ഥിരമായിട്ട് ഞാൻ കച്ചവടം ചെയ്തിട്ട് പിന്നെ ഒരു ടാർഗറ്റ് പൂർത്തിയാക്കിയെന്ന് വിചാരിക്കുക. അപ്പൊ അവരെന്തോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് തരും, കമ്മീഷൻ തരും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വരുമാനമാണ്. അപ്പൊ അതാണ് ഇൻകം എന്ന് പറഞ്ഞ സാധനം. ഇനി അടുത്ത 4ാമത്തെ സാധനം എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത എന്നാണ് അർത്ഥം. ബാധ്യത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അതായത് നമ്മൾ മീൻസ് ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുള്ള സാധനത്തിനെയാണ് നമ്മൾ ബാധ്യത എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഞാൻ നേരത്തെ ഡ്രസ്സ് വാങ്ങിയില്ലേ, ക്ലോത്ത്സ് വാങ്ങിയത് കടത്തിനാണ് വാങ്ങിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പൈസ ആ കടക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണ്, അതൊരു ലയബിലിറ്റി ആണെന്ന് അർത്ഥം. ഞാൻ ബാങ്കിൽ പോയിട്ട് എന്താക്കിയിരുന്നു, ഒരു 40 ലക്ഷം ലോൺ എടുത്തു.
എങ്കിൽ ആ ബാങ്കുകാർക്ക് 40 ലക്ഷം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. ഓക്കെ, അപ്പൊ ഈ 4 സാധനങ്ങൾ ആദ്യം എന്താന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വത്താണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളത് കൈമെന്ന് അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയാം. ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിനാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള ബാധ്യതയാണ്. ഈ 4 സാധനം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്താകാൻ പാടുള്ളൂ, ജേണൽ എൻട്രിയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇനി ഇതിൽ ഓരോ സംഭവങ്ങളും ഞാൻ പറഞ്ഞുതരാം. ആദ്യം അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞ സാധനം കൂടുമ്പോൾ, അതായത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് അസറ്റ് വന്ന് വിചാരിക്കുക. വരികയാണെങ്കിൽ നമ്മൾ ആ അസറ്റ് ഇവിടെയാണ് എഴുതേണ്ടത്. അസറ്റ് വന്നാൽ നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. അതേസമയം അസറ്റ് കുറയാണെന്ന് വിചാരിക്കുക. അസറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത്. അസറ്റ് വരുമ്പോൾ ഡെബിറ്റ് ഭാഗത്ത്, അസറ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, അതിന് ഓപ്പോസിറ്റ് നമ്മൾ എന്താക്കിയാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്. ഓക്കെ, ഇനി ഇതെന്താവാണ്, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുകയാണ്. നമ്മൾ എന്താക്കി, ഒരു സാധനം വാങ്ങി. സാധനം വാങ്ങുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോകും, പൈസ പോകും. ആദ്യം നമ്മൾ പൈസ ഇങ്ങോട്ട് കിട്ടുന്ന ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്താക്കിയ ക്ലോത്ത്സ് കച്ചവടമാക്കി. ക്ലോത്ത്സ് കച്ചവടമാക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, ക്യാഷ് കിട്ടും. ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റാണ്, നമ്മളെ സ്വത്തല്ലേ, നമ്മളെ സ്വത്താണ് ഈ ക്യാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്യാഷ് ഇങ്ങോട്ട് വന്നെങ്കിൽ അപ്പൊ ക്യാഷ് നമ്മൾ അസറ്റ് കൂടുകയാണ് ചെയ്തത്. അപ്പൊ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതണമെന്നല്ലേ പറഞ്ഞത്. നോക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഈ സെയിൽസ് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഈ വീഡിയോസ് കഴിയുമ്പോൾ എന്താവും, അത് ക്ലിയർ ആവും. ഇവിടെ നമ്മൾ അസറ്റ് മാത്രമേ എന്തായിട്ടുള്ളൂ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയതാണ്. അതായത് നമ്മൾ അസറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ എന്താക്കി, അസറ്റ് നമ്മൾ മേലെ എഴുതണം എന്ന് പറഞ്ഞു. ഇവിടുത്തെ അസറ്റ് ഏതാണ്, ക്യാഷ് ആണ്. ഇനി ഇതേ കേസ് തന്നെ നമ്മൾ എന്താണ് തിരിച്ചു പറയാണ്. അതായത് നമ്മൾ ഈ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഡ്രസ്സ് നമ്മൾ വാങ്ങൂലേ, ആ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുക. അപ്പം ഇവിടെ അസറ്റ് എന്താ സംഭവിച്ചത്, കൂടുകയാണ് ചെയ്തത്, കുറയാണ് ചെയ്തത്. അസറ്റ് കുറയുന്ന സമയത്ത് ഇവിടെ ക്യാഷ് എന്നുള്ള അസറ്റ് നമ്മളെ കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ താഴെ ഭാഗത്താണ് ക്യാഷ് ചെയ്തത്. താഴെ ഭാഗത്ത് മീൻസ് ക്രെഡിറ്റ് ഭാഗത്ത്. മേലെ നമ്മൾ പർച്ചേസ്. ഈ പർച്ചേസ് നിങ്ങൾ പഠിച്ചിട്ടില്ല, അതെന്താവും പഠിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഭാഗം മാത്രമേ എന്തായിട്ടുള്ളൂ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്ക്, ക്യാഷ് ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ഈ അസറ്റ് എന്നുള്ള ക്യാഷ് കൂടിയപ്പോ നമ്മൾ മേലെ എഴുതി. ഇവിടെ നോക്ക്, അസറ്റ് എന്നുള്ള ക്യാഷ് നമ്മളേന്ന് പോയതാണ്. അപ്പൊ എന്താക്കി നമ്മൾ അത് താഴെ എഴുതി. അപ്പൊ നിങ്ങൾ ഇവിടെ എത്ര മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ, ക്യാഷ് എന്നത് അസറ്റ് ആണ്. അസറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്താക്കണം, ഡെബിറ്റ് ഭാഗത്ത് എഴുതണം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, അസറ്റ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം. രണ്ടിന്റെ ഉദാഹരണം എന്താക്കിയിട്ടുണ്ട്, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എക്സ്പെൻസിലേക്ക് കിടക്കുകയാണ്. എക്സ്പെൻസും ഇതുപോലെ തന്നെയാണ്. എക്സ്പെൻസിന്റെ കേസിലും എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ്, എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ്. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ കിട്ടും. എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ് ഇവിടെ എഴുതിയത്, ഇത് രണ്ടും വേറെ സെറ്റ് ആക്കിയിട്ടാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ അസറ്റ് എക്സ്പെൻസ് ഒരേ രൂപത്തിലാണ്. രണ്ടും കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താകാണ്, കുറച്ച് എക്സാമ്പിൾ ഇവിടെ പറയാണ്, അസറ്റും എക്സ്പെൻസും കൂടെ വരുന്നത്. നോക്കിക്കോ, ഞാൻ എന്താക്കിയെന്നോ, എൻ്റെ സ്ഥാപനത്തിന്റെ കറണ്ട് ബില്ല് അടച്ചു. കറണ്ട് ബില്ല് അടയ്ക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എന്താണ് പോകുന്നത്, ക്യാഷ് ആണ് പോകുന്നത്. ആണല്ലോ, ആണ്. അപ്പൊ ക്യാഷ് പോകുമ്പോൾ ഞാൻ എവിടെ എഴുതാം, ടു ക്യാഷ്. ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണ്. അസറ്റ് പോയപ്പോൾ എന്താ, ഞാൻ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതി. ടു എന്നിട്ട് എഴുതിയാൽ എന്താണ്, അത് ക്രെഡിറ്റ് ആണ്. അപ്പൊ ഇനി ഡെബിറ്റ് ഭാഗത്ത് എന്താ എഴുതുക, ഇവിടെ ഏത് വഴിക്കാ ക്യാഷ് പോയത്, കറണ്ട് ബിൽ അടിച്ചതാണ്. അപ്പൊ ഞാൻ എന്താക്കി, ഇവിടെ ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്
ഇവിടെ കണ്ടോ, ഈ എക്സ്പെൻസ് ആണത് ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് എന്താക്കി നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതി. ക്യാഷ് എന്നത് അസറ്റ് ആണ്. ഇവിടെ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുകയാണ്, ഒരു എക്സ്പെൻസ് ഇവിടെ സംഭവിച്ചില്ലേ, അപ്പൊ ആ എക്സ്പെൻസ് മേലെ എഴുതി. ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണ്, അസറ്റ് നമ്മളിത് പോയിന്റ് ചെയ്ത് അതുകൊണ്ട് എന്താക്കി അത് താഴെ ഭാഗത്ത് എഴുതി. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒന്നും കൂടെ നോക്കുക. ഞാൻ എന്താക്കിയെന്നോ, കടയിൽ പോയിട്ട് സാധനം വാങ്ങി. കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്ന സമയത്ത് ആ വാങ്ങുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പർച്ചേസ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഞാൻ ക്ലോത്ത്സ് എനിക്ക് വിൽക്കണമെങ്കിൽ ആദ്യം എന്താക്കണം, ഞാൻ ആ ക്ലോത്ത്സ് വാങ്ങണം. ആ ക്ലോത്ത്സ് വാങ്ങുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പർച്ചേസ്. ഈ പർച്ചേസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്, ചെലവാണ്. അപ്പൊ ചെലവ് ഇവിടെ ഉണ്ടായിക്കല്ലേ, ചെലവ് ഉണ്ടാകുമ്പോൾ അതിൽ ചെലവ് കൂടുമ്പോൾ എവിടെ എഴുതണം നമ്മൾ പഠിച്ചത്, മേലെ എഴുതണം, ഡെബിറ്റ് ഭാഗത്ത് എഴുതണം എന്നാണ് പഠിച്ചത്. അപ്പൊ നോക്കുക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 2 അടിഭാഗത്ത് എന്താ എഴുതുക, അടിഭാഗത്ത് എഴുതേണ്ടത്, അതായത് ക്രെഡിറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്, നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോയത്, ക്യാഷ്. ഈ ക്യാഷ് എന്തിൽ പെട്ടതാണ്, അസറ്റിൽ പെട്ടതാണ്. അപ്പൊ ക്യാഷ് അസറ്റ് കുറയുമ്പോൾ ഏത് ഭാഗത്ത് എഴുതണം, ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 2 ക്യാഷ്. ക്ലിയർ ആണോ? അപ്പൊ എക്സ്പെൻസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ഭാഗത്ത് എഴുതണം. ഇനി നമ്മൾ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് ഇൻകം ആണ്. ഇനി നമ്മൾ വേറൊരു ഉദാഹരണം കൂടെ ഇതിൽ പറയാം. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റിയ സാധനമാണ് എക്സ്പെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണത് ഇൻകം എന്ന് പറഞ്ഞ സാധനം. എക്സ്പെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണത് ഇൻകം. അപ്പൊ നിങ്ങൾ നോക്കട്ടോ, ഇൻകം കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ്, എക്സ്പെൻസ് കൂടുന്ന സമയത്ത് ഡെബിറ്റ് ആണെങ്കിൽ ഇൻകം കൂടുന്ന സമയത്ത് എന്താണ്, ക്രെഡിറ്റ് ആണ്. അതായത് ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളൊരു ഇൻകത്തിന്റെ ജേണൽ എൻട്രി ഇവിടെ എഴുതി നോക്കുക. ഉദാഹരണത്തിന് ഞാൻ എന്താക്കി, ക്ലോത്ത്സ് കച്ചവടമാക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി. ഈ ക്യാഷ് എന്നുള്ളത് എന്താണ്, അസറ്റ് ആണ്. അസറ്റ് നമുക്ക് കിട്ടിയേക്കല്ലേ, ഈ ക്യാഷ് നമുക്ക് കിട്ടിയേക്കാണ്. അപ്പൊ അസറ്റ് കൂടുമ്പോൾ നമ്മൾ എവിടെ എഴുതണം, മേലെ എഴുതണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നോക്കിക്കതാ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 2 താഴെ ഭാഗത്ത് എന്താ എഴുതേണ്ടത്, ഈ ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്നത് എന്താ, സെയിൽസിലൂടെയാണ്. സെയിൽസ് എന്താണ്, ഇൻകത്തിൽ പെട്ടതാണ്. പർച്ചേസ് എക്സ്പെൻസിൽ പെടുമ്പോൾ സെയിൽസ് ഏതിലാണ് പെടുക, ഇൻകത്തിലാണ് പെടുക. അതുകൊണ്ട് സെയിൽസ് ഏത് ഭാഗത്താണ് ഉണ്ടാവുക, അടിയിലാണ് ഉണ്ടാവുക. ഇവിടെ കണ്ടെങ്കിൽ പർച്ചേസ് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് നമ്മൾ പഠിച്ചത്. അതേസമയം ഇൻകം എന്താണ്, ക്രെഡിറ്റ് ആണ്. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്. ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ നടന്നില്ലേ, അപ്പം ഇൻകം കൂടി, അപ്പൊ ഇൻകം ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാവുക ഇവിടെ ക്രെഡിറ്റ് ഭാഗത്ത്. ഓക്കെ, ഇനി നമ്മള് അടുത്ത സാധനം എന്താണെന്ന് അറിയോ, ലയബിലിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിൽ ഓരോ സാധനവും നമ്മൾ എന്താവും ചെക്ക് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് സാധനങ്ങൾ ചെറിയ കൺഫ്യൂഷൻ എന്തായാലും ഇപ്പൊ ഉണ്ടാവും, പക്ഷെ അതൊക്കെ ക്ലിയർ ആവും. നോക്കാം. ലയബിലിറ്റി ഇൻകം ഒരേ രൂപത്തിലാണ്. ഇൻകം കൂടുമ്പം ക്രെഡിറ്റ്, ലയബിലിറ്റി കൂടുമ്പം ക്രെഡിറ്റ്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ക്രെഡിറ്റ്, ഇത് രണ്ടും കൂടുമ്പം ഡെബിറ്റ്. അപ്പൊ അത്ര മനസ്സിലാക്കാനുള്ളത്. പിന്നെ അസറ്റ് എക്സ്പെൻസും കൂടുമ്പോൾ ഡെബിറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് എന്താ, അസറ്റ് എക്സ്പെൻസും കുറയുമ്പോൾ ക്രെഡിറ്റ്. പിന്നെ രണ്ട് സാധനങ്ങളുള്ളത്, ഇൻകം ലയബിലിറ്റി. അത് ഇതിന്റെ രണ്ടിന്റെയും ഓപ്പോസിറ്റ് ആണത്, ഇതിന്റെ രണ്ടിന്റെയും ഓപ്പോസിറ്റ് ആണ് ഇൻകം ലയബിലിറ്റി. അപ്പൊ ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ്, ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ്. ഇനി ഇതിലുള്ള ഓരോ സാധനങ്ങളും എന്താവുകയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഓരോരോ ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്, പെട്ടെന്ന് കഴിയും. നോക്കാം. ഒന്നാമത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാലും അതല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാലും, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ്. ഇപ്പൊ ഇവിടെ കണ്ടോ, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാലോ ബിസിനസ് ബാങ്കിലിട്ട ക്യാഷ്. ഇത് രണ്ടും ബിസിനസിന്റെ എന്താണ്, സ്വത്തുക്കളാണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്, അസറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് രണ്ടും എന്താണ്, ബിസിനസിന്റെ അസറ്റുകളാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഉദാഹരണം എഴുതാം. പിന്നെ ഒരു മുതലാളി ബിസിനസ്സിലേക്ക് എന്താക്കി, ഒരു 10 ലക്ഷം, ഞാൻ 10 ലക്ഷം കൊണ്ട് ബിസിനസ് തുടങ്ങി. മുതലാളിയാണ് ഞാൻ, ബിസിനസ്സിലേക്ക് എന്താക്കി 10 ലക്ഷം കൊണ്ടുവന്നാണ് ബിസിനസ് തുടങ്ങി. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജേണൽ എൻട്രി നമ്മൾ എഴുതണം. ഇതൊരു ഇടപാടല്ലേ, ഞാനും ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു, ഒരു ഇടപാടാണ്. അപ്പൊ ഈ ഇടപാടിന് രണ്ട് വശം ഉണ്ടാവും.
ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും. ആ രണ്ട് വശങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ടാസ്ക്. ഇവിടെ ഇപ്പം ബിസിനസിന്റെ ക്യാഷ് കൂടി, അപ്പൊ ഒരു വശം നമുക്ക് ക്യാഷ് ആണെന്ന് മനസ്സിലായി. വേറൊരു വശം എന്താണ്? ക്യാപിറ്റൽ എന്നുള്ള സാധനമാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസക്കാണ് നമ്മൾ എന്തെന്ന് പറയാം? ക്യാപിറ്റൽ എന്ന് പറയാം. മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസക്കാണ് ക്യാപിറ്റൽ എന്ന് പറയാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ആ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് മുതലാളി വേറെയാണ്, ബിസിനസ് വേറെയാണ്. രണ്ട് സാധനങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളാണ്. നമ്മൾ ബിസിനസ്സിന് ഒരു വ്യക്തിയെ പോലെ എന്താക്കണം? സമീപിക്കണം. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് കണക്കൊന്നും കൂടെ എളുപ്പമാവും. ഇപ്പൊ ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് 10 ലക്ഷം കൊടുത്താൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ആ പൈസ എനിക്ക് തിരിച്ചു തരിക എന്നുള്ളത്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് പൈസ തിരിച്ചു കൊടുക്കണം, ബാധ്യതയാണ്. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക. നോക്കുക, ഇവിടെ ഞങ്ങളൊരു ഒരാളെ പേര് സുഹൈൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സുഹൈൽ എന്നുള്ള പേര് അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 10 lakh, 10 ലക്ഷത്തിന് എന്താക്കി ബിസിനസ് തുടങ്ങി എന്ന് നമ്മൾ പറഞ്ഞത്. 10 ലക്ഷത്തിന് ബിസിനസ് തുടങ്ങി. രണ്ട് വശം നമ്മൾ ആദ്യം കണ്ടെത്തണം. ഒന്ന് ക്യാഷ് എന്നുള്ള അസറ്റ്, രണ്ടാമത് ക്യാപിറ്റൽ എന്നുള്ള ലാബിലിറ്റി. ക്യാഷ് എന്നുള്ള അസറ്റ്, പിന്നെ ക്യാപിറ്റൽ എന്നുള്ള ലാബിലിറ്റി. ക്യാപിറ്റൽ എങ്ങനെയാണ് ലാബിലിറ്റി ആകുക എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ബിസിനസ് വേറെയാണ്, മുതലാളി വേറെയാണ്. അപ്പൊ ഒന്നാമതോടെ ക്യാഷ്. ഈ ക്യാഷ് ഇവിടെ കൂടുകയാണോ കുറയാണോ ചെയ്തത്? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ അസറ്റ് ആയ ക്യാഷ് എന്തായി കൂടി. അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തണം എന്നാ പറഞ്ഞത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. രണ്ടാമത്തെ സാധനം ഏതാണ്? രണ്ടാമത്തെ ഇവിടെ ക്രെഡിറ്റ് വശത്തിൽ വരുന്നത് ക്യാപിറ്റൽ ആണ്. ഈ ക്യാപിറ്റൽ ഏതിലാ പെടുക? ലാബിലിറ്റിയിലാ പെടുക. ലാബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞത്? ക്രെഡിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഒന്നുകൂടെ ഇവിടെ ക്യാഷ് എന്താക്കി കൂടി. ക്യാഷ് കൂടിയപ്പോൾ എന്തായി? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതണം. പിന്നെ ഉള്ളത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ആണ്. അത് കൂടുമ്പോൾ എന്താക്കണം? ക്രെഡിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തണം. ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ക്യാഷ് ആയിട്ടൊരു 10 ലക്ഷം, ക്യാപിറ്റൽ ആയിട്ടൊരു 10 ലക്ഷം ഇല്ല കേട്ടോ. ഇവിടെ ആകെ ഒരു 10 ലക്ഷമേ ഉള്ളൂ. ആ 10 ലക്ഷത്തിന് രണ്ട് വശമുണ്ട്. അതിൽ ഒരു വശം അത് ബിസിനസ്സിന് കിട്ടിയ ക്യാഷ് എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഈ ബിസിനസ്സിന് കിട്ടിയ ഈ 10 ലക്ഷം ബിസിനസ് മുതലാളിക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യത ഉണ്ട്. ഈ 10 ലക്ഷം മുതലാളിക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് എന്താണ്? ആ 10 ലക്ഷം ക്യാപിറ്റലുമാണ്, അതോടൊപ്പം എന്താണ്? ക്യാഷുമാണ്. ഇവിടെ ഒറ്റ 10 ലക്ഷമേ ഉള്ളൂ കേട്ടോ, മാറിപ്പോകരുത്. അപ്പൊ ഇതാണ് ക്യാഷ് അറ്റ് ഹാൻഡ്, അതല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താക്കുക? ക്യാഷ് അറ്റ് ബാങ്കിന് ഒരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. അതെന്താണെന്നറിയോ? ഒരാള് നമ്മളെ ബിസിനസ്, നമുക്ക് പൈസ തരാനുള്ള ഒരാള്, ആ പൈസ തരാനുള്ള ഒരാൾ എന്തായാലും നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടും. അപ്പൊ ഇവിടെ രണ്ട് സാധനം ഉണ്ട്. ഒന്ന് നമ്മളെ ബാങ്കിൽ പൈസ കൂടി, രണ്ടാമത് നമുക്ക് പൈസ തരാനുള്ള ആൾ എന്തായി പൈസ തന്നു. അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഭാഗങ്ങൾ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി നോക്കട്ടോ, നമുക്ക് പൈസ തരാനുള്ള ആളുടെ പേര് എന്താണ്? ഒരു ഷിഹാബ് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഷിഹാബ് എന്താക്കി? ബാങ്കിലേക്ക് ക്യാഷ് ഇട്ടു എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളെ ബാങ്കിലെ ബാലൻസ് എന്തായി? കൂടി. എന്നാൽ അതോടൊപ്പം അവിടെ വേറൊരു സംഭവമുണ്ട്. ഇത്ര കാലം നമുക്ക് ഷിഹാബ് എന്ന് പറഞ്ഞ പൈസ തരാനില്ലേനോ? ഉണ്ടായിരുന്നു. ഇനി അയാൾ പൈസ തരുമോ? ഇല്ല. അയാളെ പൈസ എന്തായി? തന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളെ നമ്മൾ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളെ പറയുന്ന പേര് ഡെപ്റ്റേഴ്സ് ആണ്. ഈ ഡെപ്റ്റേഴ്സ് എന്താണ്? അസറ്റാണ്. നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾ പറയുന്ന പേര് ഡെപ്റ്റേഴ്സ് എന്നാണ്. അതായത് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്റെ ക്യാഷ് ഷിഹാബിന്റെ കയ്യിലുണ്ട്. എന്റെ മീൻസ് ബിസിനസിന്റെ ക്യാഷ് 5 ലക്ഷം രൂപ ഷിഹാബിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഷിഹാബ് എന്നുള്ള ആള് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ആസ്തിയാണ്, നമുക്കൊരു മുതലാണ്. ഓക്കെ, അപ്പം നോക്കുക, ഇപ്പൊ ആ ഷിഹാബ് എന്തായിരുന്നോ നമുക്ക് പൈസ തന്നു. അപ്പൊ ഇനി ഷിഹാബ് എന്ന് പറഞ്ഞിട്ടൊരു അസറ്റ് നമുക്കുണ്ടോ? ഓനോന്റെ പൈസ മൊത്തം തന്നു കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി ഷിഹാബ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല? അസറ്റ് അല്ല. ആ അസറ്റ് ഇവിടെ തീർന്നു പോയി. അപ്പൊ ഡെപ്റ്റേഴ്സ് എന്നുള്ള ഷിഹാബ് എന്തായി? ഇല്ലാതെയായി. നോക്കട്ടോ, ഡെപ്റ്റേഴ്സ് എന്താണ്? അസറ്റാണ്. അസറ്റ് കൂടുമ്പോ ഡെബിറ്റ്, അപ്പൊ അസറ്റ് കുറയുമ്പോ എന്തായിരിക്കും? ക്രെഡിറ്റ്. ഇവിടെ ഷിഹാബ് എന്നുള്ളത് അസറ്റ് അല്ലേ? അസറ്റ് ഇല്ലാതായി പോയതല്ലേ? അപ്പൊ അസറ്റ് കുറഞ്ഞില്ലേ? അപ്പം ക്രെഡിറ്റ് ആണ്. അപ്പൊ നോക്കിക്കോട്ടതാ, ടു ഷിഹാബ്.
ടു ഷിഹാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓൻ തരാനുള്ള പൈസ തന്നു കഴിഞ്ഞു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പൈസ തരാനുള്ളത് എന്തായി കുറഞ്ഞു എന്നുള്ളതാണ്. മേലെ ഈ പൈസ എങ്ങോട്ടാ വന്നത്? ബാങ്കിലേക്കാണ് വന്നത്. ബാങ്ക്, നമ്മളെ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്? അസറ്റാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച നിങ്ങള്, ഈ ഒരു അസറ്റ് കൂടുകയും ചെയ്ത് ഈ ഒരു അസറ്റ് കുറയുകയും ചെയ്ത്. കൂടിയ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കുറഞ്ഞ അസറ്റിനെ നമ്മൾ എന്താക്കി? ക്രെഡിറ്റും ചെയ്ത്. ഇതാണ് സംഭവിച്ചത്. ക്ലിയർ ആണല്ലേ? ഇനി നമ്മളിതാ അടുത്ത നമ്മൾ ക്രെഡിറ്റേഴ്സിലേക്കാണ് പോകുന്നത്. ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എപ്പോഴും മാറിപ്പോകുന്ന സാധനമാണ്, മനസ്സിലാക്കി വെക്കുക. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആള്. ഡെപ്റ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. അതേസമയം ക്രെഡിറ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബാധ്യതയാണ്. ഇനി ക്രെഡിറ്റേഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾക്ക് എന്താവാ, അതായത് ബിസിനസ് അയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാണ്ട്, ഒരു ഉദാഹരണത്തിന് നമുക്ക് പറയാം, പിന്നെ ഞാൻ എന്താക്കി, കടത്തിന് സാധനം വാങ്ങി പോകുന്ന സമയത്ത് ഞാൻ പൈസ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 20,000 ആർക്ക് കൊടുക്കണം? ആ കടക്കാർക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നത്. ഒന്ന്, എനിക്ക് എന്തായി? സാധനം കിട്ടി. വേറൊന്ന്, എനിക്ക് അത്ര സാധനത്തിന്റെ കടവും വന്നു. ഇതാണ് രണ്ട് ഭാഗങ്ങൾ. സാധനം വാങ്ങുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേര് പർച്ചേസ് എന്നാണ്. ഈ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചെലവാണല്ലോ. നമ്മൾ പൈസ കൊടുത്തില്ല എന്നേ ഉള്ളൂ, ചെലവാണ്. പക്ഷെ കൊടുക്കേണ്ട പൈസ അല്ലേ? അപ്പൊ ചെലവാണ്. ചെലവ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പം നമ്മൾ ഏത് ഭാഗത്ത് എഴുതണമെന്നാ പറഞ്ഞത്? ഡെബിറ്റ് ഭാഗത്ത് എഴുതണമെന്നാ പറഞ്ഞത്. അപ്പൊ നോക്കിക്കഥ, പർച്ചേസ് അക്കൗണ്ട്, ഡെപ്റ്റർ ടു ഇസ്മായിലിന്റെ കടയിൽ നിന്നാണ് ഞാൻ എന്താക്കിയ സാധനം വാങ്ങി പോകുന്നത്. അതല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സ് എന്തു ആയിക്കോട്ടെ. ക്ലിയർ ആണോ? ഇവിടെ നോക്ക്, ഇസ്മായിൽ എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളാണ്. അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളെ നമ്മൾ പറയുന്ന പേര് ക്രെഡിറ്റേഴ്സ് എന്നാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ആണ്. ലാബിലിറ്റി കൂടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്താണ് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്റെ ഒരു മറുവശം കൂടെ ഞാൻ പറഞ്ഞു തരാം. എന്താണെന്നറിയോ? നമ്മൾ ഇസ്മായിൽ എന്താക്കി? പൈസ കൊടുത്തു, അവനെ പിരിച്ചുവിട്ട്. ഇസ്മായിലിന് കൊടുക്കാനുള്ള പൈസ എന്തായി? നമ്മൾ കൊടുത്ത്. അപ്പൊ എന്താ സംഭവിക്കണം നോക്കോ? ഇസ്മായിൽ പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈമന്ന് പോകുന്ന എന്താ? പൈസയാണ്. പൈസ എന്ന് പറഞ്ഞതിൽ എവിടെ? ക്യാഷ് എവിടെ? അസറ്റിലാണ് വിടുക. അത് നമ്മൾ കൈമന്ന് പോവല്ലേ? അപ്പൊ നോക്കിക്കോട്ടെ, നമ്മൾ ടു ക്യാഷ്, പൈസ നമ്മൾ കൈമന്ന് പോയി. അതോടൊപ്പം എന്തായി? ഇസ്മായിൽ എന്നുള്ള ബാധ്യത എന്തായി? നമ്മളെ മേത്തുനിന്ന് ഒഴിവായി. ഇനി നമ്മൾ ഇസ്മായിൽ പൈസ കൊടുക്കാണ്ടോ? ഇല്ല. ഇസ്മായിൽ കൊടുക്കാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ക്രെഡിറ്റർ അല്ലേ? ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ആണ്. ലാബിലിറ്റി കുറയല്ലേ ചെയ്യണത്? ഇസ്മായിലിന് പൈസ കൊടുക്കലോടുകൂടെ ലാബിലിറ്റി കുറയല്ലേ? ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ഭാഗം എന്നല്ല പറഞ്ഞത്. അപ്പൊ ലാബിലിറ്റി കുറയുമ്പോൾ എവിടെ ആയിരിക്കും? ഡെബിറ്റ് ഭാഗം ആയിരിക്കും. അപ്പൊ നമ്മളതാ ഇസ്മായിലിന് ഇവിടെ കൊടുത്ത്. ഇവിടെ കണ്ടെങ്കിൽ ആദ്യം ഇസ്മായിലിൽ നിന്ന് സാധനം വാങ്ങി, ഇസ്മായിലിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങിയ സമയത്ത് ഇവിടെ എന്താ? ക്രെഡിറ്റ് ഭാഗത്താണ് ഇസ്മായിലിൽ നിന്ന് കൊടുത്തത്. കാരണം ഇസ്മായിൽ എന്താണ്? ബാധ്യതയാണ്. ബാധ്യത ഇവിടെ കൂടിയൊക്കെയാണ്. അപ്പൊ നമ്മളത് ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതുക. ഇവിടെ നോക്കി, ഇസ്മായിൽ ആ പൈസ കൊടുത്ത് നമ്മൾ ഒഴിവാക്കി. അപ്പൊ ബാധ്യത ഒഴിവായി. ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്. അപ്പൊ കുറയുമ്പോൾ ഏത് ഭാഗത്താണ് ഉണ്ടാവുക? ഡെബിറ്റ് ഭാഗത്താണ് ഉണ്ടാവുക. ഇസ്മായിൽ നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതി. നമ്മൾ കഴിയുമ്പോൾ പോയത് എന്താ? ക്യാഷ് കയ്യിലാണ് ഇവിടെ അസറ്റ്. അപ്പൊ നിങ്ങൾ എല്ലാ ജേണൽ എൻട്രിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സാധനം ഉണ്ടാവും, രണ്ട് വശം ഉണ്ടാവും. ആ വശം ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ എന്തായിരുന്നു? പകുതി ടാസ്ക് തീർന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഈ നാലെണ്ണത്തിൽ ഏതിലാണ് പെടുക നോക്കുക. എന്നിട്ട് എന്താക്കുക? ഈ നാലെണ്ണത്തിൽ അസറ്റും എക്സ്പെൻസും ആണെങ്കിൽ കൂടുമ്പോൾ ഡെബിറ്റ്, ലാബിലിറ്റി ഇൻകം ആണെങ്കിൽ കൂടുമ്പോൾ ക്രെഡിറ്റ്. മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നാൽ തന്നെ എന്തായി? പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോകണം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് നമ്മളിവിടെ പറഞ്ഞിട്ടോ. ഇതാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സെയിൽസും സെയിൽസ് റിട്ടേണും ആണ്. സെയിൽസിന് എന്താക്കി നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സെയിൽസ് എയിലാണ് വിടുക? പിന്നെ ഇൻകത്തിലാണ് വിടുക. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസിലൂടെ അല്ലേ നമുക്ക് വരുമാനം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സെയിൽസ് എയിലാണ് വിടുക? ഇൻകത്തിലാണ് വിടുക. അപ്പൊ ഇൻകം എന്താ? കൂടുമ്പോൾ എവിടെ എഴുതേണ്ടത്? ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. ഞാൻ ഒരു കച്ചവടം നടത്തുകയാണെന്ന് നോക്കിക്കോ. ഞാൻ എന്താക്കി? 20,000 റുപ്യന്റെ ഡ്രസ്സ് കച്ചവടം നടത്തി. അപ്പൊ 20,000 റുപ്യ എനിക്ക് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, 20,000 റുപ്യ കിട്ടുന്നത് എങ്ങനെയാണ്? സെയിൽസിലൂടെയാണ്. സെയിൽസ് ഏഴിലാണ് വിടുക? ഇൻകത്തിലാണ് വിടുക. ഇൻകം കൂടുമ്പോൾ എവിടെ എഴുതേണ്ടത്? ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. അപ്പൊ നോക്കിക്കോ, ടു സെയിൽസ്. സെയിൽസിലൂടെ എനിക്ക് എന്താ കിട്ടിയത്? മേലെ ക്യാഷ്. ക്യാഷ് എന്താണ്? അസറ്റ് ആണ്. അപ്പം അസറ്റ് എന്താവും? മേലെ എഴുതും. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്. ഇത് അവിടെ എഴുതി.
സെയിൽസ് ഇൻകം ആണ്. ഇൻകം കൂടുമ്പം ക്രെഡിറ്റ്, അതും കൂടെ എഴുതി. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, സെയിൽസ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? സെയിൽസ് റിട്ടേൺ. അപ്പൊ സെയിൽസ് റിട്ടേൺ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാകുക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അതെങ്ങനെയാണ് സംഭവം എന്നറിയോ? ഞാൻ 20,000 സാധനം കൊടുത്തിരുന്നു, അതിൽ 2,000 സാധനം കേടാണെന്ന് പറഞ്ഞാൽ എനിക്ക് സാധനം തിരിച്ചു തന്നു. അപ്പൊ എന്റെ കൈമന്ന് എന്ത് പോകേണ്ടി വരും? ആ 2,000 റുപ്യ അങ്ങോട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ക്യാഷ്, നോക്കിക്കോ, സെയിൽസ് റിട്ടേൺ ടു ക്യാഷ്. ഈ 2,000 റുപ്യന്റെ സാധനം പൈസ എന്താക്കുന്നുണ്ട്? ഞാനത് തിരിച്ചു കൊടുക്കുന്നു, എന്നിട്ട് ആ സാധനം ഞാൻ തിരിച്ചു വാങ്ങുന്നു. ആ സാധനം തിരിച്ചു വാങ്ങുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് സെയിൽസ് റിട്ടേൺ. എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു, 2,000 റുപ്യ പോകുന്നു എന്നുള്ളതിന്റെ അടയാളമാണത് ടു ക്യാഷ്. ക്യാഷ് അസറ്റ് പെട്ടതല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാം. അടുത്തത് നോക്കിക്കോ, പർച്ചേസ് ആണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, സെയിൽസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ്. അങ്ങനെ തന്നെയാണല്ലോ. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളിൽ നിന്ന് വാങ്ങാം, സെയിൽസ് എന്ന് പറഞ്ഞാലോ നമ്മൾ വേറൊരാൾക്ക് വിൽക്കല്ലേ. അപ്പൊ നോക്കിക്കോ, പർച്ചേസ് എങ്ങനെ സംഭവിക്കാം? പർച്ചേസ് ആദ്യം ഇതിലേതാണ് വിടാൻ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ് പർച്ചേസ്. എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുന്ന സമയത്ത് ഡെബിറ്റ് ഭാഗത്താണ് ഉണ്ടാവുക. അപ്പൊ അതാ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. വിശദീകരിക്കുന്നില്ല, നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയി, ഇതാ. ഓക്കെ, പകരം നമ്മള് പിന്നെ സാധനം കിട്ടിയ വഴി ഏതാണ്? പർച്ചേസ് എന്നുള്ള എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് മേലെ എഴുതി. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ് റിട്ടേൺ ഉണ്ടാവുക. അതെങ്ങനെ? നമ്മൾ സാധനം വാങ്ങിയാൽ കുറച്ചെണ്ണം ഡാമേജ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ എന്താക്കിയ സാധനം തിരിച്ചു കൊടുക്കുകയാണ്. സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ അവർ നമുക്ക് എന്ത് തരും? ക്യാഷ് ഇങ്ങോട്ട് തരും. നമ്മൾ നേരത്തെ കൊടുത്തിട്ട് ക്യാഷ് എന്താ ഇങ്ങോട്ട് തരും. ക്യാഷ് ഇങ്ങോട്ട് തരുക എന്ന് പറഞ്ഞാൽ ക്യാഷ് നമ്മൾ അസറ്റ് അല്ലേ. അപ്പൊ എന്താക്കും? മേലെ നമ്മൾ ക്യാഷ് എഴുതും. ആ സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്താക്കുന്നു? അതിന് പർച്ചേസ് റിട്ടേൺ എന്ന് എഴുതും. പർച്ചേസ് അക്കൗണ്ട് എടുത്തിട്ട് പർച്ചേസ് റിട്ടേൺ. ഓക്കെ, ഇനി അടുത്ത സാധനം ക്യാപിറ്റൽ ഡ്രോയിങ്സ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസക്കാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്യാഷ് അക്കൗണ്ട്. ഈ ക്യാഷ് അക്കൗണ്ട് മേലെ എഴുതാനുള്ള കാരണം എന്താണ്? ക്യാഷ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ എന്താവുകയാണ്? ബിസിനസ്സിന് ക്യാഷ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുകയാണ്. ക്യാഷ് അസറ്റ് പെട്ടതാണ്. അസറ്റ് കൂടുമ്പോൾ എന്താക്കണം? ഡെബിറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാധ്യതയാണ്. ബാധ്യത എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്താണ്. നമ്മളിവിടെ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡ്രോയിങ്സ്. അത് എന്തുകൊണ്ടാന്നുള്ളത് പറഞ്ഞുതരാം. നമ്മള് മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ക്യാഷിന് പറയുന്ന പേരല്ലേ ക്യാപിറ്റൽ. എന്നാൽ മുതലാളി തിരിച്ച് ബിസിനസ്സിന് പൈസ അങ്ങോട്ട് എടുക്കുന്നതിന് പറയുന്ന പേരാണ് അത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം. ഞാൻ 10 ലക്ഷം റുപ്യ കൊണ്ടുവന്നാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം. എന്നാൽ പിന്നെ 500 ലക്ഷം എന്താക്കി ഞാൻ തിരിച്ചെടുത്തു. ഇതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയാം. നിങ്ങളിവിടെ വളരെ സിമ്പിൾ ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ മതി. ക്യാപിറ്റൽ എന്നുള്ള സാധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബാധ്യതയല്ലേ. ബാധ്യത കൂടുന്നു. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതുകൊണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുന്നാണ് പറഞ്ഞത്. അപ്പൊ ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് എഴുതുക? ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്താണെങ്കിൽ ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ഭാഗത്തല്ലേ. ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും ലയബിലിറ്റി കുറയുന്ന പരിപാടിയല്ലേ എന്ന് ആലോചിച്ചത്. 10 ലക്ഷം ഞാൻ എന്താക്കിയതാ? ഇത് ബിസിനസ്, ഇത് ഞാൻ 10 ലക്ഷം ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഈ ബിസിനസിന്റെ ഉത്തരവാദിത്തമാണ് ഈ 10 ലക്ഷം തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ബിസിനസ് എന്തായിരുന്നോ ഇതിൽ നിന്ന് 1 ലക്ഷം എന്താക്കി മുതലാളി എടുത്തു. അപ്പൊ ഇനി അതിന്റെ അർത്ഥം എന്താ? ഇനി 9 ലക്ഷം ബാധ്യത ഉള്ളൂ എന്നല്ലേ. അപ്പൊ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം ബാധ്യത കുറക്കുന്ന സാധനമാണ്. ബാധ്യത കുറക്കുമ്പോൾ നമ്മൾ എവിടെ എഴുതണമെന്നാണ് പഠിച്ചത്? ബാധ്യത കൂടുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്താണെങ്കിൽ ബാധ്യത കുറയുമ്പോൾ ഏത് ഭാഗത്ത് വേണമെന്നാ? ഡെബിറ്റ് ഭാഗത്ത് വേണമെന്നാ. അപ്പൊ നോക്കിക്കോ, ഇതാ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ബാധ്യത കുറയുക. ബാധ്യത കുറയുമ്പോൾ എവിടെ എഴുതണം? ഡെബിറ്റ് ഭാഗത്ത് എഴുതണം. ഇനി ടു ക്യാഷ്. ബിസിനസ്സിൽ നിന്ന് ബാധ്യത കുറയുന്ന അതിന്റെ ഒപ്പം എന്തും പോകുന്നുണ്ട്? ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റും പോകുന്നില്ലേ. 10 ലക്ഷം ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ബിസിനസിന്റെ 10 ലക്ഷം എന്ന് പറഞ്ഞ ക്യാഷും കൂടി, അതോടൊപ്പം 10 ലക്ഷം എന്ന് പറഞ്ഞ ബാധ്യതയും കൂടി. അതിന് 1 ലക്ഷം റുപ്യ എന്തായി? ഞാൻ തിരിച്ച് പിൻവലിച്ച്. അപ്പൊ എന്തായി? 1 ലക്ഷം റുപ്യന്റെ ബാധ്യതയും കുറഞ്ഞ്, അതോടൊപ്പം 1 ലക്ഷം റുപ്യ എന്തായി? ക്യാഷ് എന്തായി? ബിസിനസ്സിന് പോയി.
അത് രണ്ടും തന്നെ അവിടെ രേഖപ്പെടുത്തിയത്. ക്ലിയർ ആണോ? അതായത് ക്യാപിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡ്രോയിങ്സ് എന്ന് മനസ്സിലാക്കുക. ക്യാപിറ്റൽ ലാബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിയിലാണ് എഴുതേണ്ടതെന്ന് ബോധ്യപ്പെടും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ അത് ഡെബിറ്റ് ഭാഗത്താണെന്ന് മനസ്സിലാവും. ഇനി അടുത്ത സാധനം, ബിൽസ് റിസീവബിള്, അതുപോലെ തന്നെ ബിൽസ് പേയബിൾ. ഈ ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ ഞാൻ എന്താക്കുകയാണ്, എനിക്ക് അടുത്ത 6-ാം തീയതി എന്താവുള്ളൂ സാലറി കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അർജന്റായിട്ട് എന്ത് വേണം, ഒരു ഫ്രിഡ്ജ് വാങ്ങാണ്ട്. അപ്പൊ ഞാൻ എന്താക്കി, ഒരു കടക്കാരൻ പിന്നെ ചെന്നാട്ട് പറഞ്ഞു, എനിക്ക് അടുത്ത 6-ാം തീയതി സാലറി കിട്ടും, 7-ാം തീയതി ആകുമ്പോൾ ഞാൻ എന്താക്കി തരാം, ക്യാഷ് കൊണ്ടുവന്നരാം. അതല്ലെങ്കിൽ എന്താക്കുക, എനിക്ക് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എന്താക്കുക, എനിക്ക് സാധനം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കി സൈൻ ചെയ്ത് കൊടുത്തു. ഈ സാധനത്തിനാണ്, ഈ സൈൻ ചെയ്ത സാധനത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ബിൽസ് എന്ന് പറയാം. ബിൽസ് പേയബിളും ഉണ്ട്, ബിൽസ് റിസീവബിളും ഉണ്ട്. അപ്പൊ നമ്മളൊരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ സ്ഥാപനത്തിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ വേറെ സ്ഥലത്ത് കടം വാങ്ങി പോന്നിട്ടുണ്ട്. അപ്പൊ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. പേ എന്ന് പറഞ്ഞാൽ കൊടുക്കാന്ന, പേയബിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളത് എന്നാണ്. അപ്പൊ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ ഈ ബില്ല് നമ്മളെ കയ്യിലുണ്ട്, ആ ബില്ല് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാണെങ്കിൽ അതിന് നമ്മൾ ബിൽസ് പേയബിൾ എന്നാ പറയാം. അതേസമയം ഇതേമാതിരി തന്നെ ആളുകൾ നമ്മളേന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, സാധനം വാങ്ങി പോയിട്ടുണ്ട്. നമ്മളേന്ന് സാധനം വാങ്ങി പോയിട്ടുണ്ട്, അടുത്ത 2-ാം തീയതി തരാമെന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ടിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ അതിൽ ബിൽസ് റിസീവബിൾ എന്ന് പറയും, അങ്ങോട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ബിൽസ് പേയബിൾ എന്നും പറയും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കട്ടോ. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ലാബിലിറ്റി ആണ്, കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ലേ. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് പിന്നെ റിസീവബിൾ എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, അസറ്റ് ആണ്. ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ കൊടുക്കാനുള്ളതാണ്, അപ്പൊ അതെന്താണ്, ലാബിലിറ്റി ആണ്. ഇങ്ങോട്ട് കിട്ടാനുള്ളത് അസറ്റ്, അങ്ങോട്ട് കൊടുക്കാനുള്ളത് പിന്നെ ലാബിലിറ്റി. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കിട്ടാനുള്ളതിന് അസറ്റും കിട്ടിയതിന് ഇൻകവും, കൊടുക്കാനുള്ളതിന് ലാബിലിറ്റിയും, കൊടുത്തതിന് എക്സ്പെൻസും, ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ പറയട്ടോ. ഞാൻ ഒന്നിവിടെ എഴുതുന്നുണ്ട്. ഒരു കാര്യം നോക്കുക, ഇത് നല്ലോ മനസ്സിലാക്കി വെക്കണേ. ഒന്ന്, ബിൽസ് പെയ്ഡ്, ബിൽസ് പേയബിള്, ബിൽസ് റിസീവ്ഡ്, ബിൽസ് റിസീവബിൾ. ഇവിടെ 4 സാധനം ഉണ്ട്. ഈ 4 സാധനം 4 കാറ്റഗറിയാണ്. നോക്കിക്കോ, നമുക്കൊരു പൈസ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ ബിൽസ് പെയ്ഡ് എന്നല്ല ആദ്യം പറഞ്ഞത്, അടച്ചാൽ നമ്മൾ അതിനെ എക്സ്പെൻസ് എന്നാണ് പറയാം. പൈസ നമ്മൾ കൈമന്ന് പോയി കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആണ്. എന്നാൽ അത് പോയിട്ടില്ല, പോവാനുള്ളതാണ്. അതായത് കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ളതാണ്. കൊടുക്കാനുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ പറയാം എക്സ്പെൻസ് എന്നല്ല പറയാം, ബാധ്യത എന്നാണ് പറയാം. ഓക്കെ, ആ ബാധ്യത കൊടുത്ത് തീരുമ്പോൾ എന്താവുള്ളൂ, എക്സ്പെൻസ് ആവുള്ളൂ. അപ്പൊ പെയ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, അതേസമയം പേയബിൾ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. രണ്ടും തമ്മിൽ എന്തുണ്ട്, മാറ്റമുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്ക്, റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻകം, അതേസമയം റിസീവബിൾ എന്ന് പറയുമ്പോൾ അതെന്താണ്, അസറ്റ് ആണ്. സാധനം എന്തുണ്ട്, മാറ്റമുണ്ട്. നല്ലോണം എന്താക്കുക, മനസ്സിലാക്കുക. പല ആളുകളും തെറ്റിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇനി ഇതാ, ഇപ്പൊ നമ്മൾ ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിൾ. ഇനി നമ്മൾ ഗുഡ്സ് എന്താണ്, സ്റ്റോക്ക് ആണ്. ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക്. ഇത് നമ്മൾ എന്താണ്, അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഗുഡ്സ് കൂടുമ്പോൾ നമ്മൾ എന്താ വേണ്ടി വരും,
പിന്നെ ഡെബിറ്റ് ഭാഗത്ത് എഴുതേണ്ടി വരും. ഗുഡ്സ് നമ്മളെ കൈയിൽ നിന്ന് പോകുമ്പോൾ എന്താവും, നമ്മളെ ക്രെഡിറ്റ് ഭാഗത്താണ് നമ്മൾ എഴുതുക. ഇതിനെ ഗുഡ്സ് എന്ന് പറഞ്ഞായിട്ട് നമ്മൾ എഴുതൂല. അതേസമയം പർച്ചേസ് സെയിൽസ് എന്ന് പറഞ്ഞായിട്ട് നമ്മൾ എഴുതും. നിങ്ങൾ വളരെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് കൈയിൽ നിന്ന് സാധനം മനസ്സിലാവും. നോക്കിക്കോട്ടോ, ഇപ്പൊ ഞാനിതാ സാധനം വാങ്ങുമ്പോൾ നമ്മളെ കയ്യിലേക്ക് സാധനം കൂടുതലേ, സാധനം എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഗുഡ്സ് അക്കൗണ്ട് എഴുതി, ഇങ്ങനെ സാധനം ഇല്ല കേട്ടോ. ഗുഡ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എഴുതി. ഇത് എപ്പോഴാണെന്നറിയോ, നമ്മളിലേക്ക് സാധനം വന്നു, അതേസമയം നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. നമ്മളിലേക്ക് സാധനം വന്നു. ഇനി നോക്കിക്കോ, വേറൊന്ന്, ഇതെന്താണെന്നറിയോ, നമ്മളെ കയ്യിലേക്ക് എന്താക്കി പൈസ വന്നു, നമ്മളെ കയ്യിൽ നിന്ന് സാധനം പോയി. ഒന്ന് നമ്മൾ സാധനം വാങ്ങി ക്യാഷ് കൊടുത്ത്, വേറൊന്ന് ഈ സാധനം എന്താക്കി നമ്മൾ കൊടുത്ത് ലാഭത്തിന് എന്താക്കി സാധനം വിറ്റു, ക്യാഷ് ഇങ്ങോട്ട് കിട്ടി. ഈ ഗുഡ്സ് കൂടുന്ന വഴിക്ക് നമ്മളിലേക്ക് ഗുഡ്സ് ഇങ്ങോട്ട് വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണത് പർച്ചേസ്. അത് നമ്മൾ മേലെ തന്നെ അല്ലേ എഴുതി നോക്ക്. ഈ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ എവിടെ എഴുതണം, നമ്മൾ പറഞ്ഞത് ഡെബിറ്റ് ഭാഗത്ത്. ഇവിടെ ഡെബിറ്റ് ഭാഗത്ത് തന്നെയല്ലേ എഴുതിയത്, പക്ഷെ നമ്മൾ ആ പ്രക്രിയന്റെ പേരാണ് അവിടെ എഴുതിയത്. ഇവിടെ നോക്ക്, സെയിൽസിലൂടെ നമുക്ക് സാധനം നഷ്ടപ്പെടില്ലേ ചെയ്യണത്, നമ്മളെ കൈയിൽ നിന്ന് സാധനം പോകുന്നു, പകരം നമുക്ക് ക്യാഷ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ സെയിൽസ് ആണോ, അസറ്റ്, ഈ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ, ആണ്. അസറ്റ് കുറയുമ്പോൾ നമ്മൾ എവിടെ എഴുതേണ്ടത്, ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്ത് തന്നെ എഴുതിയത്, പക്ഷേ സെയിൽസ് എന്നുള്ള പേരിലാണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ ക്ലിയർ ആയി നോക്കിക്കഴിഞ്ഞാൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എൻട്രി ഇല്ല, അതേസമയം ഗുഡ്സ് വന്നതും പോയതും നമ്മൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്, പർച്ചേസ് സെയിൽസ് എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, സംശയമുള്ള ആളുകൾ എന്താക്കുക, വീഡിയോസ് ആവർത്തിച്ച് കണ്ടാൽ മതിട്ടോ, പ്രശ്നം കഴിയും. ഇനി നമ്മളത് അടുത്തതിലേക്ക് കിടക്കുകയാണ്. അടുത്ത സാധനം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓക്കെ, ബാങ്ക് ലോൺ അതല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിട്ട പൈസനെക്കാട്ടി കൂടുതൽ പിൻവലിക്കുക, ലോൺ തന്നെയാണ്. നിങ്ങൾ ലോൺ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ലോൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബാങ്കിൽ നിന്ന് അധികം പൈസ എടുക്കുന്നത്, അല്ലെങ്കിൽ അധികം നല്ല ബാങ്കിൽ നിന്ന് പൈസ നമ്മൾ കടം വാങ്ങുന്നതിനാണ് നമ്മൾ ലോൺ എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. അപ്പൊ ഒരു ഭാഗം ക്യാഷാണ്, പിന്നെ ഒരു ഭാഗം എന്താണ്, ബാധ്യതയാണ്. അത്രയും പൈസ നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ ഒരു ഭാഗം എന്താണ്, ക്യാഷ് ആണ്, വേറെ ഭാഗം എന്താണ്, ലയബിലിറ്റി ആണ്. അപ്പൊ നോക്കിക്കതാ, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്താണ്, ക്യാഷ്. ക്യാഷ് ചെയ്യില്ല വിടുക, അസറ്റ് ഇവിടെ കൂടല്ലേ ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എന്താക്കണം, രേഖപ്പെടുത്താണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. രണ്ടാമത്തെ ഭാഗം ഏതാണ്, നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കല്ലേ, ഈ പൈസ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ട സാധനമല്ലേ, അതെന്താണ്, ബാധ്യതയാണ്. ബാധ്യത എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി അല്ലേ, ലോൺ എന്താണ്, ലയബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ എന്താക്കണമെന്നോ, ലയബിലിറ്റി കൂടുമ്പോൾ എവിടെ എഴുതണം, നമ്മൾ പറഞ്ഞത് ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം എന്നാണ് പറഞ്ഞത്, ബാങ്ക് ലോൺ അക്കൗണ്ട്. ക്ലിയർ ആണോ? ഇത് തന്നെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇനി പിന്നെ അടുത്തത് ക്യാരേജ് ഇൻവാർഡും ക്യാരേജ് ഔട്ട്വാർഡും. ഈ രണ്ട് സാധനം എന്താ നോക്കാം. ഇത് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നിങ്ങൾ വേർതിരിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ക്യാരേജ് ഇൻവാർഡും ക്യാരേജ് ഔട്ട്വാർഡും രണ്ടും എന്താണ്, എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവാർഡും ക്യാരേജ് ഔട്ട്വാർഡും രണ്ടും എക്സ്പെൻസ് ആണ്. ക്യാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമക്കുന്ന ചെലവ് എന്നൊക്കെയാണ് അതിന് പറയാം. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ എന്താ മാറ്റം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രൊഡക്റ്റ് ആവുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് വരെയുള്ള ഈ ചുമട്ട് തൊഴിലാളികൾക്ക് പിന്നെ വണ്ടിക്ക് കൊടുക്കുന്ന ചെലവിനാണ് നമ്മൾ ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയാം. അതേസമയം അത് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അതിന്മേൽ വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്യാരേജ് ഔട്ട്വാർഡ് എന്ന് പറയാം. ഇത് രണ്ടും എന്തെന്നെയാണ്, എക്സ്പെൻസ് ആണ്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഇപ്പോ ഞാൻ എന്താക്കി, ഒരു ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഷോപ്പാണെന്ന് വിചാരിക്കുക, ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഷോപ്പാണ്. അപ്പൊ ഞാൻ എന്താക്കിയ, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് ആ സാധനം കൊണ്ടുവരാൻ എനിക്ക് ഒരു 1000 രൂപ ചിലവായി. ഓക്കെ, എന്നിട്ട് ഞാൻ ഡ്രസ്സ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താക്കിയെന്നോ, ഇത് പല കടകളിലും കൊണ്ടുപോയി സപ്ലൈ ചെയ്തപ്പോൾ എന്തായി, എനിക്കൊരു 3000 രൂപ വണ്ടിക്കായി. ആദ്യം സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ 1000 ആയി. ഈ 1000ത്തിന് നമ്മൾ ക്യാരേജ് ഇൻവാർഡ് എന്നാ പറയാം. കാരണം അത് എൻ്റെ ഡ്രസ്സ് എന്നുള്ള സാധനം പ്രൊഡക്റ്റ് ആവുന്നതിൻ്റെ മുമ്പുള്ള ചെലവാണ്, അതിന് മുമ്പുള്ള ക്യാരേജ് ആണെന്ത്, ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത്.
എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പല കടകളിലായിട്ട് കൊണ്ടുപോയി കൊടുത്തത് അതും എന്തെന്നെയാണ്, ചുമട്ട് ചെലവ് തന്നെയാണ്. പക്ഷെ അത് പ്രൊഡക്റ്റ് ആയതിന്റെ ശേഷമാണ്. ഇതിനാണ് നമ്മൾ കാരേജ് ഔട്ട്വാർഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്, ചെലവാണ്. അപ്പൊ കാരേജ് ഇൻവാർഡ് ആണെങ്കിലും കാരേജ് ഔട്ട്വാർഡ് ആണെങ്കിലും ഇത് നിങ്ങൾക്ക് ആവശ്യം വരില്ല. എവിടെയെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടാക്കൂലേ, അവിടെ കാരേജ് ഇൻവാർഡിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടും കാരേജ് ഔട്ട്വാർഡിനെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് എന്തൊക്കെ കണക്കൂട്ടുക. അവിടെ ഈ സാധനം എന്തുണ്ടാവും, ആവശ്യം ഉണ്ടാവും. ഇവിടെ നിങ്ങൾ എത്ര പഠിക്കേണ്ടിയുള്ളൂ, രണ്ടും എക്സ്പെൻസ് ആണെന്നാണ് പഠിക്കേണ്ടത്. എക്സ്പെൻസ് ആകുമ്പോൾ ഡെബിറ്റ് ഭാഗത്താണ് എന്താക്കേണ്ടത്, രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ കാരേജ് ഇൻവാർഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, നമ്മൾ കൈവന്ന് പോകുന്നത് എന്താണ്, ക്യാഷ് ആണ്. ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം. കാരേജ് ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ എഴുതണം, ഡെബിറ്റ് ഭാഗത്ത് എഴുതണം. ഇനി തിരിച്ചും അങ്ങനെ തന്നെയാണ്. കാരേജ് ഔട്ട്വാർഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇത് രണ്ടും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, രേഖപ്പെടുത്തുക. കാരണം രണ്ടും തന്നെയാണ് എക്സ്പെൻസ് ആണ്. ജേണൽ എൻട്രിയിൽ എന്തില്ല, മാറ്റമില്ല. ഇനി നമ്മൾ അടുത്ത സാധനത്തേക്ക് പോവുകയാണ്. അടുത്ത സാധനം എന്താ നോക്ക്, റെന്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്. മൂന്നും എന്താണ്, പെയ്ഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെയ്ഡ് എന്ന് കണ്ടാൽ അതെന്താണ്, എക്സ്പെൻസ് തന്നെയാണ്. പെയ്ഡ് എന്ന് കണ്ടാൽ അതെന്താണ്, എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് ഇവിടെ ഉണ്ടായിരിക്കല്ലേ, എക്സ്പെൻസ് കൂടുമ്പോൾ ഏത് ഭാഗത്ത് ഏതാണെന്ന്, ഡെബിറ്റ് ഭാഗത്ത് ഏതാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത്ര തന്നെ ആവശ്യമുള്ളൂ. ഈ എക്സ്പെൻസിലൂടെ ഒക്കെ നമ്മളെ കൈയിൽ നിന്ന് പോകുന്നത് എന്താണ്, ക്യാഷ് ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എക്സ്പെൻസും ഇൻകും, എക്സ്പെൻസ് ഇൻകും ആണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് എഴുതാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്നറിയോ, മിക്കവാറും എക്സ്പെൻസ് നമ്മൾ കൈമന്ന് ക്യാഷ്, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന്, ഈ ബാങ്കിൽ നിന്നാണെങ്കിൽ അടിയിൽ ബാങ്കിൽ നിന്ന് എഴുതാം, ക്യാഷ് ആണെങ്കിൽ അടിയിൽ ക്യാഷ് എഴുതാം. അതായത് ഇപ്പൊ ഇത് മൂന്നും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, ഇത് മൂന്നിലും നമ്മളെ കൈമന്ന് പോകുന്നത് എന്താണ്, ക്യാഷ് അല്ലേ. ക്യാഷ് അസറ്റ് ആണ്. അപ്പൊ അടിയിൽ എന്താക്കുക, ടു ക്യാഷ്. ക്യാഷ് പോകുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് രേഖപ്പെടുത്തുന്നത്, ക്രെഡിറ്റ് ഭാഗത്തല്ലേ. ഇനി ഈ പൈസ പോയ വഴി ഏതാണോ അത് മേലെ എഴുതി കൊടുത്താൽ മതി. പൈസ പോയ വഴി ഏതാണോ അത് മേലെ എഴുതി കൊടുത്താൽ മതി. ഉദാഹരണത്തിന് എന്താ, റെന്റ് ആണെങ്കിൽ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇനി അതല്ല, ഇൻട്രസ്റ്റ് അടച്ചിട്ടാണോ പൈസ പോയത്, അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി അതല്ല, സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്, ക്യാഷ് എന്തായി പോയി, പോയ വഴി ഏതാണ്, ഇതാണ്. ഈ മേലെ എഴുതുന്ന സാധനം എക്സ്പെൻസ് ആയിരിക്കും, താഴെ എന്തായിരിക്കും, അസറ്റും ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി വേറെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അതും കൂടെ പറഞ്ഞിട്ട് പറയാം. ഇനി എന്താക്കുകയാണെന്ന് അറിയാം, നമ്മളിതാ ഇവിടെ മൂന്നും അവിടെ രണ്ട് റിസീവ്ഡ് ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്. ഇതിന്റെ അർത്ഥം എന്താ, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയെന്നല്ലേ. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം അല്ലേ. ഇൻകം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻകം. ഇൻകം കൂടുമ്പോൾ ഏത് ഭാഗത്ത് എഴുതണം, ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ നോക്കിക്കോ, പിന്നെ എന്താ, ഡിസ്കൗണ്ട് അല്ലേ, ക്രെഡിറ്റ് ഭാഗത്ത് എഴുതാം കേട്ടോ, ടു ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിലൂടെ നമുക്ക് എന്താ കിട്ടിയത്, ക്യാഷ്. ക്യാഷ് എന്താ, അസറ്റ് അല്ലേ. അപ്പൊ ഡെബിറ്റ് ഭാഗത്ത് ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. ഇനി കിട്ടിയത് എന്താ, കമ്മീഷൻ ആണെന്ന് വിചാരിക്കുക. എന്നാലും എന്താക്കിയാൽ മതി, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകം അല്ലേ. ഇൻകം, കമ്മീഷൻ റിസീവ്ഡ് എന്നാണ് പറഞ്ഞത്, എന്താണ്, ഇൻകം അല്ലേ. അപ്പൊ എന്താക്കിയാൽ മതി, ഇവിടെ ഇതങ്ങ് വെട്ടിയിട്ട് ഇവിടെ എന്ത് എഴുതിയാൽ മതി, ടു കമ്മീഷൻ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ രണ്ടും കൂടെ എന്താക്കുകയാണ്, ഒന്ന് പറയാം, ശ്രദ്ധിച്ചോ. രണ്ടും കൂടെ, അതായത് ഇൻകം വന്നാലും എക്സ്പെൻസ് വന്നാലും ഇത് രണ്ടും സമയത്തും നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ പരിപാടി. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നുണ്ട്, ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും എങ്ങനെ എഴുതുക എന്നുള്ളത് ജസ്റ്റ് നോക്കിക്കോ. ഒന്നാമത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നല്ലേ, ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടിയെന്നാണ്. അതായത് നമ്മളെ ബാങ്കിലത്തെ പൈസക്ക് അവർ ഇങ്ങോട്ട് പലിശ തന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഈ പലിശ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വരുമാനമാണ്. വരുമാനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്തല്ലേ ആണ്. അപ്പൊ നോക്കിക്കതാ, ക്രെഡിറ്റ് ഭാഗത്ത് നമ്മൾ എന്ത് എഴുതി, ഇൻട്രസ്റ്റ് എഴുതി, ടു ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിലൂടെ വന്നത് എന്താ, ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇനി നമ്മൾ പൈസ അടക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്, നമ്മൾ ബാങ്കിന് അങ്ങോട്ട് പലിശ കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, നമുക്ക് ചിലവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചിലവാകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുക. അടിയിൽ ടു ക്യാഷ്, മേലെ ചിലവായ വഴി ഏതാണോ അത് എഴുതിയാൽ മതി, ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുകയാണ്. അപ്പൊ മേലെ ക്യാഷ് എഴുതാം, ക്യാഷ് അസറ്റ് ആണ്, അസറ്റ് കൂടെ മേലെയാണ്. താഴെ ആ ക്യാഷ് വന്ന വഴി എന്താക്കിയാൽ മതി, എഴുതിയാൽ മതി. അതായത്
ഒന്ന് ക്യാഷ് പോയ വഴി മേലെ എഴുതുക, ക്യാഷ് വന്ന വഴി താഴെ എഴുതുക, അങ്ങനെ മനസ്സിലാക്കി വെച്ചാലും മതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉള്ളത് പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിങ്, ഫർണിച്ചർ, വെഹിക്കിള്, ഇതൊക്കെ ഒറ്റ സാധനമാണ്. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താ? മെഷീനറി അതൊക്കെ നമ്മളെ അസറ്റുകളാണ്, നമ്മളെ സ്ഥാപനത്തിന്റെ സ്വത്താണ്. പ്ലാന്റ് മെഷീനറി മെഷീൻസുകളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബിൽഡിങ് അതും നമ്മുടെ സ്ഥാപനത്തിന്റെ അസറ്റാണ്. പിന്നെ ഫർണിച്ചർ അതും നമ്മുടെ സ്ഥാപനത്തിന്റെ എന്താണ്? അസറ്റാണ്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആണ് കേട്ടോ. ഫിക്സഡ് അസറ്റ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വെഹിക്കിള്, വണ്ടി. ഓക്കെ, ഇതൊക്കെ എന്താണ്? നമ്മുടെ സ്ഥാപനത്തിന്റെ അസറ്റാണ്. ഈ അസറ്റൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്തത്, വിൽക്കുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്തത്, അതാണ് ഇവിടെ പഠിക്കാനുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, വാങ്ങുന്ന സമയത്ത് ഉദാഹരണത്തിന് നമ്മൾ ഫർണിച്ചർ വാങ്ങണം. ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് നമ്മൾ കൈമന്ന് എന്ത് പോകും? ക്യാഷ് പോകും. അപ്പൊ അടിയിൽ ടു ക്യാഷ്, ഇതൊരു അസറ്റാണ്. ക്യാഷ് എന്നുള്ള അസറ്റ് കുറഞ്ഞപ്പോൾ എന്തായി? നമ്മൾ അടിയിൽ എഴുതി. തിരിച്ച് നമുക്ക് കിട്ടിയ എന്താ? ഫർണിച്ചർ എന്നുള്ളത് അസറ്റാണ്. ഫർണിച്ചർ എന്നുള്ള അസറ്റാണ് അതായത് നമുക്ക് തിരിച്ചു കിട്ടിയത്, അല്ലേ? ആണ്. ഈ ഫർണിച്ചർ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ പേര് എഴുതൽ നിർബന്ധമാണ്. കച്ചവടത്തിനുള്ള സാധനം വാങ്ങുമ്പോൾ കറണ്ട് അസറ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ പർച്ചേസ്, സെയിൽസ് എന്നാണ് എഴുതേണ്ടത്. അതേസമയം ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ നിങ്ങൾ അതിന്റെ പേര് തന്നെ എന്താക്കണം? അവിടെ രേഖപ്പെടുത്തണം. ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ബിൽഡിംഗ് ആണ് വാങ്ങിയതെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. വെഹിക്കിൾ അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നു, ഈ സാധനങ്ങൾ നമ്മൾക്ക് എന്താവുന്നു? വരുന്നു. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നിങ്ങൾ കടത്തിനാണ് സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക. കടത്തിനാണ് സാധനം വാങ്ങിയെങ്കിൽ ഈ കടത്തിന് സാധനം വാങ്ങുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? സാധനം കിട്ടും, അതോടൊപ്പം ഒരു കടക്കാരനെ കിട്ടും, നമ്മൾ പൈസ കൊടുക്കാനുള്ള ഒരാളെ കിട്ടും. അയാൾക്ക് നമ്മൾ പറയുന്ന പേര് ക്രെഡിറ്റർ എന്നാണ്. നമ്മൾ അങ്ങോട്ട് ബാധ്യതയാണ്, നമ്മളെ ബാധ്യതയാണ് ഇവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കല്. അത് ലാബിലിറ്റി ആണ്. ഈ ലാബിലിറ്റി ഏത് ഭാഗത്താണ് വരിക? ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോതാ, ഇവിടെ ഫർണിച്ചർ നമ്മൾ വാങ്ങിയത് പിന്നെ ഒരു സുഗുവിന്റെ നമ്മൾ കടത്തിന് സാധനം വാങ്ങിയതാണ്. അപ്പൊ സുഗു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ക്രെഡിറ്റർ ആണ്. ഒരു ക്രെഡിറ്റർ ഇവിടെ കൂടിയില്ലേ? അപ്പൊ എന്താക്കും? നമ്മൾ ഫർണിച്ചർ അക്കൗണ്ട് അപ്പ് ടു സുഗു, നമുക്ക് ഫർണിച്ചർ കിട്ടി, അതോടൊപ്പം സുഗു എന്ന് പറഞ്ഞ കടക്കാരനെ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ബിസിനസ്സിൽ ഏത് കാര്യം നടക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത് ജേണൽ എൻട്രിയിലാണ്. ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് സൈഡാണ്. അക്കൗണ്ട് അപ്പ് ടു ഡാഷ് എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയാം. രണ്ട് വശം ഉണ്ടാവും. ആദ്യം രണ്ട് വശം നമ്മൾ കണ്ടെത്തണം. ഈ ആ രണ്ട് വശങ്ങളൊക്കെ ഈ നാലിലെ എന്താവുള്ളൂ? പെടുള്ളൂ. ചിലപ്പോൾ രണ്ടും ഇതായിരിക്കും, അതല്ലെങ്കിൽ ഇതൊന്നും, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ രണ്ട് വശം ഇതിൽ ഏതിലാണെന്ന് എന്താക്കണം? നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ അസറ്റും എക്സ്പെൻസും ആണെങ്കിൽ കൂടിയേക്കാണോ കുറഞ്ഞേക്കാണോ നോക്കുക, ഡെബിറ്റ് ചെയ്യുക. ലാബിലിറ്റീസ് ഇൻകം ആണോ നോക്കുക, അത് കൂടിയേക്കാണെങ്കിൽ അതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ സാധനം എന്തായി? സെറ്റായി. ഓക്കെ.